സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഐസിയുവിൽ. ഇതാണ് ഇന്നലെ മുതൽ കേൾക്കുന്ന വാർത്തകൾ. ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അവിടെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐസിയുവിൽ കിടക്കുന്ന വീണ ജോർജിനെ സന്ദർശിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ യൂത്ത് കോൺഗ്രസ്സുകാരും ചേർന്ന് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, മരണത്തോട് മല്ലിടുന്നു. ഈ രീതിയിലൊക്കെയാണ്. സാർ ശ്രദ്ധിച്ചിരുന്ന വാർത്തകളൊക്കെ. ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രം. വീണ ജോർജ് ഇന്ന് ലോകത്ത് ഒരാൾക്കും ആക്രമണം കിട്ടാത്ത വിധത്തിൽ ആക്രമിക്കപ്പെട്ട ഒരാളായിട്ടാണ് ദേശാഭിമാനിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ദേശാഭിമാനി പറയുന്നത് മന്ത്രി വീണ ജോർജ് ICUവിൽ. അതാണ് ലീഡ് ഹെഡിങ്. യൂത്ത് കോൺഗ്രസ് KSU ക്രിമിനലുകൾ റെയിൽവേ സ്റ്റേഷനിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു. കണ്ടായിരുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്ന 4 കുട്ടികൾ. കഴുത്തിന് ക്ഷതമെന്ന് വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെ വീട്ടിൽ റീത്ത് വെച്ചു. ഒരു ഫോട്ടോ ഉണ്ട് സാറേ, തൊട്ട് താഴെ തന്നെ മുഖ്യമന്ത്രി നിൽക്കുന്നത് കണ്ടോ? മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഉണ്ട്. ആ പടം അത്ര വലുതായിട്ട് കൊടുത്തത് നന്നായി. എന്താന്ന് വെച്ചാല് വെന്റിലേറ്ററിന്റെ സ്വിച്ച് ഓണാക്കാതെയാണ് ആ ചിത്രത്തില് കാണുന്നത്. കിടക്കുന്ന മുറിയാണ്, വെന്റിലേറ്ററിന്റെ സ്വിച്ച് ഓഫാണ് എന്ന് പറഞ്ഞാൽ അപകടമൊന്നും ഇല്ലെന്ന്. കണ്ണൂരിൽ അപായ നീക്കം, 5 KSU നേതാക്കൾ അറസ്റ്റിൽ, കൈക്കും പരിക്ക്. മുഖ്യമന്ത്രി ജില്ലാ ആശുപത്രിയിൽ സന്ദർശിച്ചു. മന്ത്രിയെ ബുധൻ രാത്രി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതാണ് സംഭവം. അപ്പോ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എല്ലാവരും കാണും ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ ആ വീഡിയോ ദൃശ്യത്തിൽ നമുക്ക് വലിയ ഈ വളഞ്ഞിട്ടാക്രമണമൊന്നും കാണുന്നില്ല. 4 KSUക്കാര് പിള്ളേര് ഈ മറ്റേ 3:15 ഉച്ചയ്ക്ക് ശേഷം ഇവര് പരിപാടി കഴിഞ്ഞല്ലേ മടങ്ങുമ്പോ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ 4 KSUക്കാര് പിള്ളേര് വരുന്നു, പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഇത്രയുമാണ് കാണുന്നത്. അവര് വീണ ജോർജിന്റെ 7 എഴുത്ത് പോലും എത്തുന്നില്ല. അതിനു മുമ്പേ പോലീസുകാർ തടയുന്നുണ്ട് അവരെ. ഇത്രയുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ KSU പിള്ളേരുടെ കൈ ഇവരുടെ ശരീരത്ത് സ്പർശിച്ചിട്ടേ ഇല്ല. അതാണ് ദൃശ്യങ്ങൾ. ഇനി വേറെ വല്ല ദൃശ്യം ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വീണ ജോർജ് ട്രെയിൻ കയറാനായിട്ട്, അതായത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ സന്തോഷത്തോടു കൂടി മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണല്ലോ KSU പിള്ളേർ വരുന്നത്. പിന്നെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഇവര് സന്തോഷത്തോടു കൂടി സംസാരിച്ച് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് AN ഷംസീറിനെ കാണുന്നു, സ്പീക്കർ. അപ്പോഴാണ് ഇവർക്ക് കഴുത്തില് വേദന ഉള്ളതായിട്ട് അനുഭവപ്പെട്ടത്. അതുവരെ കുഴപ്പമില്ലായിരുന്നല്ലേ? അതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷംസീറിനോട് പറഞ്ഞു ഇങ്ങനെ കഴുത്തിൽ വേദന തോന്നുന്നുണ്ട് എന്ന്. മറ്റേ വനിതാ പോലീസ് പിടിച്ച കാര്യം പറഞ്ഞു നമുക്കറിയില്ല. ഷംസീറാണ് മുഖ്യമന്ത്രി വിളിക്കുന്നത്, കണ്ണൂരിലുണ്ടല്ലോ. അപ്പൊ പിന്നെ സാധാരണഗതിയിൽ ഇതൊരു രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ആ ബുദ്ധി ഉണ്ടാകുന്നുണ്ട്. ഉടനെ അദ്ദേഹം സന്ദർശിക്കുന്നു, കണ്ട് ചിത്രമൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീണ ജോർജിനെ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പൊറാട്ട് നാടകം സൃഷ്ടിക്കുന്നു. അത് സത്യത്തിൽ കേരളീയ ജനതയ്ക്ക് മുമ്പിൽ കൂടുതൽ അവകാശമല്ല. കാരണം സാധാരണ ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത സാധാരണക്കാർ, ഓട്ടോ ഓടിക്കുന്നവർ, ചായക്കട ഇരിക്കുന്നവരൊക്കെ പറയുന്നത് കണ്ടോ ആരോഗ്യമന്ത്രിയുടെ നാടകം കണ്ടോ, ആരോഗ്യമന്ത്രി അല്ല അത് ചെയ്യുന്നത്, അത് ബാക്കിയുള്ളവരാണ്, പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണെന്ന് തോന്നുന്നു. ആരോഗ്യമന്ത്രി വിദ്യാർത്ഥികൾ ഒന്നും ചെയ്തിട്ടില്ല. 4-5 KSU പ്രവർത്തകർ അല്ലെങ്കിൽ തന്നെ പ്രതിഷേധിക്കുമ്പോൾ ഒരു മന്ത്രിയുടെ ദേഹത്തൊന്നും പിടിച്ച് തള്ളില്ല. പ്രത്യേകിച്ച് വനിതയാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല ഒരു രാഷ്ട്രീയക്കാരും. ഇവിടെ വീണ ജോർജ് കുറച്ച് തരം താഴ്ന്ന രീതിയിലല്ലേ പെരുമാറുന്നത്. ഇപ്പോൾ ആശുപത്രി കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ വലിയ തോതിലുള്ള ഒരു അപഖ്യാതിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പണ്ട് ഈ ജൂനിയർ റിപ്പോർട്ടറായിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് തന്നെ അയക്കുമായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ പല ആശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ ആശയങ്ങളൊക്കെ നടപ്പാക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആലപ്പുഴയിലെ യൂത്ത് ഫെസ്റ്റിവല് ഭരതനാട്യം മത്സരത്തിന്റെ റിസൾട്ട് എന്തോ ഒരു പരാതി വന്നപ്പോൾ
തടഞ്ഞു വെച്ചു. ആ. ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയാമോ? മലയാള മനോരമയില് അന്ന് നമ്മുടെ വലിയ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഇല്ലേ, അതെ അതെ, ബി ജയചന്ദ്രൻ, പി മുസ്തഫ എന്നൊക്കെ തുടങ്ങിയ 10-30 കുട്ടികള് പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഈ ഭരതനാട്യം ഫലം സസ്പെൻസിലും വന്നില്ലേ, ഈ 30 കുട്ടികളുടെയും ചിത്രം ഒന്നാം തീയതി അച്ചടിച്ചു, ചെറിയ ചെറിയ ചിത്രങ്ങളായിട്ട്. നമുക്ക് സാധാരണഗതിയിൽ ഭരതനാട്യത്തിൽ പങ്കെടുത്ത 1, 2, 3 സ്ഥാനക്കാരുടെ അല്ലേ ചിത്രം അടിക്കാൻ പറ്റുള്ളൂ. 30 പേരുടെ ചിത്രം അടിക്കുമ്പോൾ 30 പേരുടെയും അല്ലേ, അവരെ അറിയുന്നവര്, കുട്ടികൾ, കുടുംബാംഗങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആശയങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ ധാരാളം ഈ യൂത്ത് ഫെസ്റ്റിവൽ ചിത്രങ്ങൾ ഉണ്ട്. ആലപ്പുഴയിലെ യൂത്ത് ഫെസ്റ്റിവല്, ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കാലത്ത് തന്നെ ഒരു പോലീസുകാരൻ ഹനീഫിന്റെ മകൾ ഹസീനയ്ക്ക് സമ്മാനം കിട്ടി കഴിഞ്ഞപ്പോൾ, ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ശരിക്കും ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്. അച്ഛൻ ഈ കുട്ടിയുടെ നന്മയ്ക്കൊക്കെ കാക്ഷിച്ച് നടക്കുന്ന ആളാണ്. അപ്പോ ഞങ്ങൾ രാവിലെ, ഞാൻ ഫോട്ടോഗ്രാഫറുമായിട്ട് ഈ ഹസീനയുടെ വീട്ടിൽ പോയി. ഈ കുട്ടി വെള്ളം കോരുന്ന കിണറ്റില് ചിത്രമൊക്കെ എടുത്തിട്ട് അടുത്ത ദിവസം 1-ാം തീയതിയില് ഭയങ്കര വാർത്തയാണ്. ഈ ഹസീന ഹസീഫ് എന്ന് പറഞ്ഞ കുട്ടിയാണ് പിന്നെ ചലച്ചിത്ര താരമായ ഉഷ, സുരേഷ് ബാബു സംവിധായകനെ വിവാഹം ചെയ്തില്ല ഉഷ. അപ്പോ ഞാൻ എന്തിനാ ഇത് പറഞ്ഞേ, ഒരു യൂത്ത് ഫെസ്റ്റിവലിന്റെ ഒക്കെ കഥ. എൻ്റെ മനസ്സിൽ ഓണോ ആക്ടിന് വലിയ സമ്മാനങ്ങൾ കിട്ടിയ ഒരു കുട്ടിയുടെ ചിത്രം കൂടി ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. വീണ കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ മോണോ ആക്ടിന് നല്ല സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ്. കിട്ടിയിട്ടുള്ള വീണ കുര്യാക്കോസ് ആണ് ഇന്നത്തെ വീണ ജോർജ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയണമെന്നില്ല. അപ്പൊ മോണോ ആക്ടിലെ ഒരു അഗ്രഗണ്യായിരുന്നു ഈ വീണ കുര്യാക്കോസ്, ഇപ്പോഴത്തെ വീണ ജോർജ് അല്ലേ? അപ്പൊ ചെറിയ പ്രായത്തിലുണ്ടാകുന്ന നമ്മുടെ കലാപരമായ കഴിവുകൾ നമ്മൾ എത്ര പ്രായം ചെന്നാലും അവസാനിക്കില്ലല്ലോ. അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ചു. നമ്മൾ ഈ CPM പോലൊരു പാർട്ടിയിലാണെങ്കിൽ പരിപോഷിപ്പിക്കാനായിട്ട് കൂടുതൽ അവസരങ്ങൾ പാർട്ടി നമുക്ക് തരും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും സത്യം പറയാൻ പാടില്ല പാർട്ടിയുടെ അകത്ത്. കാരണം പാർട്ടിക്ക് വേണ്ടി നുണ പറഞ്ഞാൽ ഇതൊരു മഹത്തായ കാര്യമായിട്ടാണ് സഖാക്കൾ കരുതുന്നത്. പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നുണ പറയുന്നത് എന്നുള്ളതാണ്. സിനിജിക്ക് അറിയാമോന്നറിയില്ല, മലപ്പുറം സംസ്ഥാന സമ്മേളന കാലത്ത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ടാവും, ഈ സഖാക്കൾ എന്നെ ആക്രമിച്ചു. സഖാക്കളോ? എന്ന് പറഞ്ഞാൽ സഖാക്കളുടെ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പെട്ടെന്ന് ആ ആക്രമണമൊക്കെ ഓർമ്മ വന്നു. ഞാൻ മറ്റേ OB ബാനില്ലേ, ഏഷ്യനെറ്റിന്റെ ഷാജഹാനില്ലേ, ഏഷ്യനെറ്റിന്റെ ലേഖകൻ ഷാജഹാൻ എന്നോട് CPM-ല് അന്ന് ഈ വിഭാഗീയതയുണ്ടല്ലോ, അച്യുതാനന്ദൻ ഗ്രൂപ്പും മറ്റേ പിണറായി ഗ്രൂപ്പും. അപ്പോ ഈ നമ്മൾ പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊരു കുന്നിന്റെ മുകളിലാണ് ഇത് സമ്മേളനം നടക്കുന്നത്. ആ കുന്നിന്റെ മുകളിൽ വെച്ചാണ് പണ്ട് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ചു കൊന്നിരിക്കുന്നത്. അപ്പൊ ആ മുകളിൽ വെച്ചിട്ട് മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാജഹാൻ എന്നോട്. ഈ വിഭാഗീയതയെ പറ്റിയാണ് ചോദ്യങ്ങൾ. അതെ. അപ്പോ ഈ ഇത് കേട്ട് നിന്ന സഖാക്കള് എന്നെ ആക്രമിച്ചു. അത് വെറുതെ കാഷ്വലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണോ അതോ? ഇല്ല, ലൈവ് പോവുകയാണ്. ഓ അത് ശരി, ലൈവ് പോവുകയാണ്. അപ്പോഴാണ് എന്റെ ഷർട്ടിന് വന്നിങ്ങനെ കുത്തിപ്പിടിച്ചത്. അപ്പൊ ദേശാഭിമാനിയിലെ അടുത്ത ദിവസം 1-ാം പേജില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തല്ല് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, തല്ലൊന്നും കിട്ടിയില്ലായിരുന്നു, കുത്തിപ്പിടിച്ചതാണ്. അടുത്ത ദിവസം ഞാൻ ശ്രീരാമകൃഷ്ണനെ ഞാൻ ചായക്കടയിൽ കാണുന്നുണ്ട്. അപ്പൊ ശ്രീരാമകൃഷ്ണൻ DYFI നേതാവല്ലേ, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, രാമേന്ദ്രനെ എങ്ങനെ ആക്രമിച്ച ആളുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കേട്ടോ എന്നോട് പറയുകയും ചെയ്തു. അപ്പോ ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു പരിചയമുള്ള ആളുകൾ സത്യത്തിൽ ഈ കേസുകാരല്ലല്ലോ, അല്ല, മറ്റേ CPM-കാരാണ്, എന്തും ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഞാൻ അടുത്ത ദിവസം, കാരണം ഇത് ലൈവായിട്ട് TV-യിൽ വന്നല്ലോ, അപ്പൊ മറ്റു ചാനലുകളിലും എന്നെ വിളിക്കാൻ തുടങ്ങി. മറ്റു ചാനലുകളോടും
ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആ. കാരണം ഇപ്പോ ഈ പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകൾ ധാരാളം ഇതിൻ്റെ അകത്ത് പ്രത്യയശാസ്ത്ര പഠനമൊന്നുമില്ലാതെ വന്ന് ചേർന്നിട്ടുണ്ട്. അത്തരം ആളുകളാണ് അത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ നമ്മളിപ്പോ ഓർക്കേണ്ടത് ഈ കണ്ണൂരിൽ തന്നെ ഉമ്മൻചാണ്ടിയെ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ CPM-കാരെ ആക്രമിച്ചതല്ലേ? കല്ലെടുത്തെറിഞ്ഞിട്ട് പൊട്ടിയിട്ട് ഗ്ലാസ് പൊട്ടി ചില്ല് അദ്ദേഹത്തിന്റെ മുഖത്ത് തറച്ച് മുഖത്ത് പരിക്കും ചോരയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഷേധവും ഇതിന്റെ പേരിൽ ഉണ്ടാകരുത് എന്നാണ്. പക്ഷെ CPM എന്താ ചെയ്തത്? ഇന്നലെ DCC ഓഫീസുകൾ അല്ലേ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഒരു അവസരമാണ്. കാരണം ആരോഗ്യരംഗം ഇപ്പോ വലിയ വിമർശനത്തിൽ പെട്ടുകിടക്കുകയാണ്. കത്രിക സംഭവം, ഒരു കത്രിക പൂട്ട് വീണ ജോർജിന്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ടുള്ള ഹിംസാത്മകമായ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. അപ്പോ ഇത് ഈ പറഞ്ഞതുപോലെ ഇത് തിരിച്ചടിച്ച് മതിയാവും. കാരണം ഇതിന്റെ പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ ഇത് ആളുകൾ വിശ്വസിക്കും ഇല്ലേ? കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവർ കൊണ്ടാടുന്നുണ്ടല്ലോ, പുഷ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കൂത്തുപറമ്പില് MP രാഘവനെ അന്ന് ആക്രമിച്ചില്ലേ? ആക്രമിച്ച ആളുകള് ആക്രമിച്ചത് കൊണ്ടല്ലേ വെടിവെപ്പ് ഉണ്ടാവുന്നത് അല്ലേ? എല്ലാ സ്ഥലത്തും ഒരു കാലത്ത് ഈ TH മുസ്തഫയെ ഞങ്ങൾ വഴി നടത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ DYFIക്കാര് വഴിയിലൊക്കെ കാറ് തടയില്ലായിരുന്നു അല്ലേ? MP രാഘവനെ എത്ര സ്ഥലത്ത് വഴിയിലും ഒക്കെ തടഞ്ഞിട്ടില്ലേ? അപ്പൊ ഇത് സത്യത്തിൽ CPM ആണ് ഇത് ഹിംസാത്മകമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ അകത്ത് കയ്യിൽ ഒരു പാടുണ്ട് എന്ന് പറഞ്ഞിട്ടേ വീണ ജോർജിന്റെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഈ പാട് പല ചിത്രങ്ങളിലും കാണാമല്ലോ. 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ കത്രിക വാങ്ങിക്കുന്ന സമയത്ത് ആ പാടുണ്ട്. കൈരളി ചാനലിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ട് ഈ കൈലപ്പാട്. അപ്പൊ പിന്നെ ഈ ഇത്തരത്തിലുള്ള ഈ അപഹാസ്യപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് വീണ ജോർജ് എന്ന് പറയുന്ന മുമ്പ് മാധ്യമപ്രവർത്തകയൊക്കെ ആയിരുന്നില്ല, ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അവർ നിലപാടുകൾ മുഴുവൻ പണയം വെച്ചിട്ടാണോ നിൽക്കുന്നത്? അത് ആ പാർട്ടിയിൽ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ആ പാർട്ടിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യജന്മാനന്മാരുണ്ട്, മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണിത് എന്ന് ഘോരഘോരം പ്രസ്താവിക്കുന്നത് കണ്ടിട്ടില്ലേ? ദരിദ്രന്മാർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രമാണിത്വം ഉണ്ട് എന്നാണ്. ഇതിന്റെ അകത്ത് ഈ സ്തുതി പാഠനം പാടില്ല എന്നാണല്ലോ പറയുക. പണ്ട് സ്റ്റാലിൻ സ്തുതി പാഠനം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പിന്നീട് 20ാം പാർട്ടി കോൺഗ്രസിൽ ക്രൂഷ്ചേവ് തള്ളിക്കളഞ്ഞല്ലോ സ്റ്റാലിനെ. അപ്പോ പക്ഷെ ഈ പാർട്ടിയില് സ്തുതി പാഠനം ആകാം, അത് പിണറായി വിജയനെ പറ്റി മാത്രമേ ആകാവൂ. അതാണ് ആ തിരുവാതിരപ്പട്ടക്ക വന്നത് കാരണഭൂതം. അത് തടഞ്ഞില്ലല്ലോ. പക്ഷെ P ജയരാജനെ കുറിച്ച് വന്നപ്പോ തടഞ്ഞു. തടഞ്ഞു. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ഒരാള് ഇല്ലേ പാട്ട് എഴുതി അങ്ങനെ. അപ്പൊ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്തുതി പാഠനം നടത്തുന്നവർക്ക് അതിൻ്റെതായ ഗുണം കിട്ടും. ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. ആറന്മുളയിൽ വീണ ജോർജ് തന്നെ. അത് ഉറപ്പിച്ചു അല്ലേ? അത് ഉറപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.